നേരത്തെയൊക്കെ ഞാൻ ഇന്നയാളുടെ പാട്ടൊന്നും പറഞ്ഞൊന്നും കേൾക്കാറില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഭയങ്കര ഫാനായിട്ടുണ്ടേ. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടാണ് എല്ലാ പണിയും ചെയ്യാറ്. അപ്പോൾ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് നേരെ ഇറങ്ങിയത് ഇവിടെ ഒന്ന് വൃത്തിയാക്കാനാണേ. നമുക്കിവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇവിടെ നമുക്കൊരു ഷെഡ് പണിയുന്നുണ്ട്. നമുക്ക് മഴക്കാലമായാലും തുണിയൊന്നും വിരിക്കാനായിട്ട് സൗകര്യമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഇനി അതൊരു ചെറിയൊരു ഷെഡ് പോലെ പണിയാനായിട്ടാണ്. നമുക്ക് ഈ ഷീറ്റുകളൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഷീറ്റൊക്കെ ഒന്ന് എടുക്കുവാണ് ഈ പൊക്കത്തുനിന്ന്. അവിടെ അങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് ഓരോന്നൊക്കെ അതിന് പുറത്ത് വെച്ച് കരിയിലേക്ക് വീണ് നല്ല വൃത്തികേടായിരുന്നു. ഇപ്പം നല്ല നീറ്റായിട്ടോ. പിന്നെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നെടുങ്കണ്ടം ഒന്ന് പോയിരുന്നു. നെടുങ്കണ്ടത്ത് നിന്ന് കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നേ. അപ്പോൾ നാളെ പണിയാൻ ആളുള്ളതുകൊണ്ട് തന്നെ കപ്പയും മീനും ഒക്കെ മേടിച്ചിട്ടുണ്ട്. വൈകുന്നേരം കറിയൊക്കെ വെച്ചേക്കുവാണെങ്കിൽ പകുതി പണി കുറയുമല്ലോ രാവിലത്തേക്ക്. അപ്പോൾ മീൻ കറിയും വെച്ചു, മീൻ വറക്കുകയും കൂടെ ചെയ്തു കേട്ടോ. ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ദിവസം. നമ്മുടെ വീഡിയോസൊക്കെ കാണുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.